നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞുള്ള ആ ഒരു പ്രസ്താവനയും അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്ന പ്രതിഷേധം എന്നുള്ളത് ചെറിയ രീതിയിലൊന്നുമല്ല. ഞാൻ കരുതി എന്നെ പോലെ അതല്ലെങ്കിൽ സംഘ BJP ആശയങ്ങൾ, ഹിന്ദുത്വ ആശയങ്ങളുമായി പിന്തുടർന്ന് പോകുന്ന ആളുകൾ മാത്രമാണ് പിണറായി വിജയന്റെ ഈ ശുദ്ധ തെണ്ടിത്തരത്തിനെതിരെ അതല്ലെങ്കിൽ ശുദ്ധ കക്കലിനെതിരെ പ്രതികരിക്കുന്നത് എന്ന് കരുതി. പക്ഷെ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട സൂരജ് പാലാക്കാരൻ, സൂരജ് ഏട്ടൻ അദ്ദേഹം ഇപ്പൊ കുറച്ച് മുൻപ് ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. സത്യത്തിൽ മക്കളെ, അത് കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചു പോയി. അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കില്ലേ? ആ രീതിയിൽ തന്നെ സൂരജേട്ടൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ അടക്കമുള്ള ഈ നാട്ടിൽ ഇനിയും ഈ ചുവന്ന ബക്കറ്റും ചുവന്ന കീറത്തുണിയുമായി ഇറങ്ങിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ചുകൊണ്ട് കൈയിട്ട് വാരി നക്കാൻ വേണ്ടി നടക്കുന്ന അന്തം കമ്മി സഖാക്കന്മാരൊക്കെ പോയി തൂങ്ങിച്ചാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ ദുരന്തത്തെയും തങ്ങൾക്ക് കൈയിട്ട് വാരി കക്കാനുള്ള വഴിയായി കണ്ട് നടക്കുന്ന സഖാക്കന്മാരെ, ശവന്തീനി കഴുകനെ പച്ചയ്ക്ക് പൊളിച്ചെടുക്കുന്ന ഈ വാക്കുകൾ ഞാൻ സത്യത്തിൽ കേട്ടപ്പോൾ ഞാൻ അത്ര കണ്ട് പൊട്ടിത്തെറിച്ചു പോയി, ആഹ്ലാദിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേട്ട് നോക്കും മക്കളെ, എന്റെ പൊന്നെ, എന്റെ സൂരജേട്ട, ഇങ്ങനെയൊക്കെ വേണോ? നമ്മൾ നാളെയും കാണേണ്ടതല്ലേ ഞമ്മന്റെ സഖാക്കന്മാരെ? എന്തായാലും കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാളും നക്ഷത്രവും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നാടും നഗരവും പിന്നെ നാട്ടുകാരെയും മുടിപ്പിച്ച് വെണ്ണീറാക്കുന്ന ഏതോ ഒരു നക്ഷത്രമാവണം പിണറായിയുടേത്. ഉഗ്രമൂർത്തിഭാവം അടി മുതൽ മുടി വരെ നിറഞ്ഞു നിൽക്കുന്ന പിണറായി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത അന്നു മുതൽ തുടങ്ങി കരിങ്കാളിമാരുടെ ഉറഞ്ഞുതുള്ളൽ, കൈവിരൽ കൊണ്ട് എണ്ണിയാൽ തീരാത്ത ദുരിതങ്ങൾ, ഭൂമിയുടെ പകയായി പെയ്തു നിറഞ്ഞ പേമാരി, ആ പേമാരിയിൽ അലർച്ചെത്തിയ പ്രളയം, കലിതുള്ളി കോപിച്ച കടൽ, മരണദൂതുമായി എത്തിയ കോവിഡ്, മുടിഞ്ഞു പോകുന്നു എന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി ശപിച്ചു കാണും അന്നോരോ മലയാളിയും ഇന്നോരോ മലയാളിയും. ചോര ഇറ്റുന്ന പല്ലുകളും ഇരയുടെ മാംസം കുരുത്ത നഖങ്ങളും ഉള്ളിലൊളിപ്പിച്ച പിണറായി പിന്നെയും മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു, അമർന്നിരിക്കുന്നു. കാപിട്ടത്തിന്റെ ആൾരൂപമായ പിണറായിക്ക് കേരളത്തിന്റെ മേൽ പതിച്ച ഓരോ ദുരന്തവും ഓരോ അവസരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രളയവും പേമാരിയും കോവിഡും അയാൾ നല്ല വിലയ്ക്ക് വിറ്റു, അല്ലെങ്കിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. ഇതാ ഇപ്പോൾ അയാൾ വീണ്ടും ഒരു ദുരന്തത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അതെ, എല്ലാ രാത്രിയിലെയും പോലെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സ്നേഹം പകർന്നും പങ്കുവെച്ചും കിടന്നുറങ്ങിയ 500-ലേറെ കുടുംബങ്ങൾ പൊട്ടിയൊഴുകി വന്ന മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടർന്നു വീണ പാറക്കല്ലുകൾക്കൊപ്പം എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുൻപേ കേരളം ഒരു കണ്ണുനീർ തുരുത്തായി. ഇന്നലെ വരെ ഒരു കൊച്ചു സുന്ദരിയായി കുണുങ്ങിയൊഴിയിരുന്ന ചാലിയാർ പുഴ ഒഴുകുന്ന ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. മരണം കാവൽ നിന്ന ഭൂമിയിൽ നിന്ന് ജനം പ്രതീക്ഷയോടെ മുഖ്യമന്ത്രി പിണറായിയുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്നു. തിരുവനന്തപുരം വിട്ട് യാത്ര ചെയ്യാൻ മടിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ വെയിൽ കുറഞ്ഞ നേരം പത്രക്കാരെ കാണുന്നു. കാർക്കശ്യം കനം തൂങ്ങിയ മുഖത്ത് മുഖ്യൻ പണിപ്പെട്ട് ഇതുപോലെ ഇച്ചിരി ശോകഭാവം വരുത്താൻ ശ്രമിക്കുന്നു. വികാരം തൊട്ടു തെറിച്ചിട്ടില്ലാത്ത ആ വാക്കുകളിൽ ആരോ എഴുതി കൊടുത്ത മരണനിരക്കുകൾ മുഖ്യൻ ഒരു നാണവുമില്ലാതെ പറയുന്നു. അപകടത്തിന്റെ വ്യാപ്തി ഇച്ചിരി നീട്ടിയും ഇച്ചിരി പരത്തിയും അദ്ദേഹം പറയുകയാണ്. വാർത്താ സമ്മേളനം അവസാനിച്ചു എന്ന് കരുതിയ പത്രക്കാരോട് മുഖ്യൻ ഒരു അപേക്ഷ പോലെ കൂട്ടിച്ചേർക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടരാൻ തുടങ്ങുന്നത് നമുക്കെല്ലാം കാണാമായിരുന്നു. ആ കണ്ണുകളിൽ ശവം മണക്കുന്ന കഴുകന്റെ ആർത്തി നമുക്കെല്ലാം കാണാമായിരുന്നു. മുഖ്യൻ പറഞ്ഞു, ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും സംഭാവന ചെയ്യണം, ചെയ്യേണ്ടവർ ചെയ്തേ മതിയാവൂ. പക്ഷേ മുഖ്യന്റെ ദുരമൂത്ത കഴുകൻ കണ്ണുകളിലേക്ക് നോക്കി ഞാനൊന്ന് പറയട്ടെ, എന്നെ പോലെ ചിലർക്കൊന്നും അത് പറ്റില്ല മുഖ്യ.
പറ്റില്ല. ഒരു ചില്ലിക്കാശ് പോലും മുഖ്യന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ എന്നെ പോലെ ചിലർക്ക് മനസ്സില്ല, മനസാക്ഷിയില്ല. നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള അരിവെപ്പുകാർക്കും അവരുടെ വെപ്പാട്ടിമാർക്കും പകത്തും പങ്കിട്ടും കൊടുക്കാൻ ഞങ്ങൾ ഒരു പൈസ പോലും തരില്ല മുഖ്യ. നിങ്ങളുടെ പാഴ്വാക്കൽ കോശാന പാടുന്ന നിങ്ങളുടെ മുൻകോപം ഭയന്ന് മുൻപിൻ നോക്കാതെ തുണിയഴിച്ചാടുന്ന പാഴ്ജന്മങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ തരില്ല ഒരു നയാ പൈസയും പിണറായി. അല്ലെങ്കിൽ പറയണം താങ്കൾ, നിങ്ങളുടെ നല്ല വാക്കുകൾ കേട്ട് കഴിഞ്ഞ പ്രളയമാണിലും ദുരന്തകാലത്തും ഞങ്ങൾ നൽകിയ പണം നിങ്ങൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ അതിൽ നിന്നും എടുത്തു. കൂടും കുടുക്കയും കൊണ്ട് നിങ്ങളുടെ കൂടെ കൂടിയ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുത്തു, മുൻ MLA കുടുംബത്തിന് കൊടുത്തു. സർക്കാരിന്റെ ഒരു ഭാഗവും അല്ലാതിരുന്ന പാർട്ടി സെക്രട്ടറിയുടെ വകമ്പടി വാഹനം ഇടിച്ചു കൊന്ന ഒരാൾക്കു താങ്കൾ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമായി കൊടുക്കാനുള്ളതാണ്. അല്ലാതെ പായും തലയിണയും ചുരുട്ടിക്കെട്ടി ഇടതിന് ഓരം ചേർന്ന് നടക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല. അത് മാത്രമല്ലല്ലോ മുഖ്യ, എന്നാണ് എപ്പോഴാണെന്ന് പറയാനാവാതെ കാലം പൊക്കുന്ന നിങ്ങളെ പണ്ടാറമടക്കാൻ ഒരു ഹെലികോപ്റ്റർ എടുത്ത് കോലോത്ത് താങ്കൾ ഇട്ടിട്ടുണ്ടല്ലോ. പണ്ട് തങ്ങളുടെ വലിപ്പം കാണിക്കാൻ മുച്ചൂടും മുടിഞ്ഞ തറവാടിന്റെ മുറ്റത്ത് ചിലർ ആനയെ കെട്ടിത്തളയ്ക്കുമായിരുന്നു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഏതോ ഒരു അവയവത്തിന്റെ അഹംബോധം നാട്ടുകാരെ കാണിക്കാൻ, അതായത് നട്ടലിന്റെ കെട്ടിയിട്ടിരിക്കുന്ന പാഴ്ചെലവ് പറയണ മുഖ്യമന്ത്രി പിണറായി വിജയ എത്ര കൊടുത്തു ആ ഹെലികോപ്റ്ററിന്, എത്ര ഇപ്പോൾ കൊടുക്കുന്നുണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കാമെന്ന് താങ്കളുടെ ആസ്ഥാന പാടന്മാരും ഗായകരും പാടി നടന്നിരുന്നു ഒരു കാലത്ത്. വയനാട് ആ ഹെലികോപ്റ്റർ പൊങ്ങി പറന്ന് കണ്ടില്ല. എന്താ ഇപ്പോൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കട്ടെ പിണറായി, എന്താ താങ്കളുടെ ഹെലികോപ്റ്ററിന് പഴയ പോലെ പിക്കപ്പ് ഇല്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കുട്ടിയുടെ പട്ടികളുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പാൽ ചുരുത്താത്ത പശുക്കളുടെ ചിലവ് നടത്താനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾ മലയാളികൾക്കില്ല. അതിപ്പോൾ ഈ സമയത്ത് പറയുന്നത് അത്ര ശരിയല്ലെന്ന് ആർക്ക് തോന്നിയാലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറയില്ല. കൊടുക്കേണ്ടവർക്ക് ശരിയെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കൊടുത്തേ തീരൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം, മലയാളി മനസ്സിന്റെ നന്മയാണ് ഇവരെ പോലെയുള്ളവർ ചൂഷണം ചെയ്യുന്നത്. നാം ചേർത്ത് നിർത്തുന്ന കരുതൽ, അതാണ് ഇവരുടെ കൂത്തിനും പേക്കൂത്തിനും കുടിച്ചു കുന്തം പറയാനും നമ്മളിൽ നിന്നും മരിച്ചവരുടെ കണക്ക് പറഞ്ഞ് മേടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണുനീർ കാണിച്ച് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണം. തീർച്ചയായിട്ടും ഇത് എത്തേണ്ട കൈകളിൽ എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നന്ദി. നോക്കൂ, ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുക്കുന്നതിനെതിരെ ഇത്ര കണ്ട് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നത് എന്ന് ആരെങ്കിലും തലയിൽ മൂളയുള്ളവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരാനുള്ളത് ഇത്ര മാത്രമാണ്. നോക്കൂ, ഇവർക്ക് ഇതിന് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ആർക്ക് വേണമെങ്കിലും വകമാറ്റിക്കൊണ്ട് അവന് നക്കാൻ വേണ്ടി കമ്മീഷൻ കിട്ടുന്ന വകുപ്പിൽ ആർക്ക് വേണമെങ്കിലും കോടികൾ എടുത്ത് മറിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടും കൊടുക്കേണ്ടതില്ല. കണക്ക് ചോദിക്കുന്നവരോട് കണക്ക് ലഭ്യമല്ല എന്ന് നമ്മൾക്കറിയാം, ചോദിക്കാം, ഇൻഫർമേഷനിലൂടെ നമുക്ക് ചോദിക്കാം, ആർക്കും ചോദിക്കാം. ഒരു ചെറിയ രൂപയുടെ മുടക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ചോദിക്കുന്ന നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട അധികാരികൾ പറയും ഇല്ല, ഇതിന്റെ വിവരം ലഭ്യമല്ല എന്ന് പറയും. അത്തരത്തിൽ ഏതൊരാൾക്കും കൊടുക്കേണ്ട മറുപടി മുഖ്യമന്ത്രി കൊടുക്കാത്തിടത്തോളം കാലം, കഴിഞ്ഞ ഈ 2018 ആ പ്രളയമായാലും കൊറോണയായാലും നിപ്പയായാലും ആയാലും ഈ സമയത്തെല്ലാം നമ്മൾ കൊടുത്തില്ലേ കോടിക്കണക്കിന് രൂപ? ആ കോടിക്കണക്കിന് രൂപ കട്ടെടുത്ത് മുക്കി തിന്ന ഈ മുഖ്യനെ കണക്ക് ചോദിക്കുമ്പോൾ കണക്കില്ല, വേണമെങ്കിൽ നീയൊക്കെ ആകാശത്തോട്ട് നീക്കി, വേണമെങ്കിൽ ഗുദം പൊക്കി ഈ പറയുന്ന സുഡാപ്പികൾ കാണിക്കുന്ന രീതിയിൽ വല്ല കോക്രിയും കാണിച്ചു എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ചിന്തിക്കുക, കണക്ക് ചോദിക്കുമ്പോൾ അത് പറയുന്നവർക്ക് വേണോ നമ്മൾ കൊടുക്കേണ്ടത്? അവകാശപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് നേരിട്ട് വേണം നമ്മൾ കൊടുക്കേണ്ടത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. മാക്സിമം ആളുകൾ ഇത് സൂരജ് പാലാക്കാൻ അദ്ദേഹത്തിന്റെ ചാനലായിട്ടുള്ള ട്രൂ TV എന്ന് പറയുന്ന ചാനൽ കാണുക, കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേൾക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.